പിത്താശയക്കല്ല് ഉണ്ടാകാനുള്ള കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പരിധി വരെ നമ്മളുടെ ഒരു ജീവിതശൈലി കൊണ്ട് തന്നെ വരുന്ന ഒരു രോഗമാണ്. അപ്പം സെഡൻഡറി ലൈഫ്, യാതൊരു തരത്തിലുള്ള വ്യായാമങ്ങളൊന്നുമില്ലാതെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പിത്താശയക്കല്ല് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുന്നവർക്ക് ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് മിനറൽസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒന്നുമില്ല, അധികം കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഒക്കെ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് പിത്താശയക്കല്ല് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ പലപ്പോഴും ഒരു വെയിറ്റ് ലോസിങ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ച് ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഭക്ഷണമൊക്കെ വേണ്ട രീതിയിൽ എടുക്കാതെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ആളുകൾ, ഇപ്പം 2-3 വീക്സിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ 10 കിലോഗ്രാംസ് ഒക്കെ കുറയ്ക്കുന്ന ആളുകളുണ്ട്. അവർക്കും ഈ ഒരു പിത്താശയക്കല്ല് വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാത്ത, കറക്റ്റ് ടൈമിങ്ങിന് ഭക്ഷണം കഴിക്കാത്തവർക്ക്, അതായത് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ക്രോണിക് ആയിട്ട് സ്കിപ്പ് ചെയ്യുന്നവർക്കൊക്കെ പിത്താശയക്കല്ല് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, സോ ബൈലിന്റെ ഒരു സെക്രീഷൻ ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബൈൽ പിത്താശയത്തില് അടിഞ്ഞുകൂടാനും പിന്നീട് കല്ലായിട്ട് രൂപാന്തരപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പലപ്പോഴും പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, പ്രഗ്നൻസി ടൈമിൽ നമ്മളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോണുകളുടെ വ്യതിയാനമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ഒരു സ്റ്റോൺസ് ഫോം ചെയ്യാനുള്ള ഒരു കാരണമാകാറുണ്ട്. അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് പിത്താശയക്കല്ലിന് കാരണമാകാറുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം പറയുന്നത്, ഇത് പലപ്പോഴും ഫാറ്റ് 40 ഫെർട്ടൈൽ ഫെയർ ഫീമെയിൽസിന് വരുമെന്നാണ് പറയുന്നത്. അതായത് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരുമാതിരി തടിച്ച സ്ത്രീകൾക്ക് ഈ ഒരു പിത്താശയക്കല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ ജനറ്റിക്സ് ഇതിനൊരു ചെറിയ കാരണമാകാറുണ്ട്. പിന്നെ പലപ്പോഴും ലിവർ സിറോസിസ് പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ന്യൂമോണിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് വഴിയൊക്കെ ചിലപ്പോൾ ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടാറുണ്ട്.